എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ കുലാമന്തോളിനടുത്ത് ആലിക്കൽ കിളിക്കുന്നുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ലളിതാ സഹസ്രനാമ അർച്ചന ആണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. തത്വരസികൻ പ്രസാദ് പുളിക്കലിന്റെ നേതൃത്വത്തിൽ 2024 ഏപ്രിൽ 7-ാം തീയതി ഞായറാഴ്ചയാണ് ഭക്തി നിർഭരമായ ഈ ചടങ്ങ് ആ ക്ഷേത്രത്തിൽ നടന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടാവാം 1000-ലധികം പേർ ചേർന്ന് ലളിതാ സഹസ്രനാമ അർച്ചന ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വിശേഷാൽ പൂജകളും വേദമന്ത്രജപവും ഒക്കെ ഇതിനോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. കാലത്ത് പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും എല്ലാ ഭക്തജനങ്ങൾക്കും നൽകിയിരുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, ഷെയർ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവയെല്ലാം ആവാം. കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യവും ചരിത്രവും അടങ്ങുന്ന ഒരു വീഡിയോ മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിച്ച എല്ലാവർക്കും പ്രത്യേകം സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജന്മജന്മാന്തരങ്ങളായുള്ള പുണ്യങ്ങളുടെ സംഘാതം കൊണ്ട് ദശലക്ഷാർച്ചനയ്ക്ക് തുല്യമായ ലളിതാ സഹസ്രനാമ മഹാ സർവൈശ്വര്യ പൂജയ്ക്ക് തയ്യാറായിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും സുസ്വാഗതം. കുറച്ചു സമയം മറ്റു ചിന്തകളെ ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ കൽമഷങ്ങളെയും മനസ്സിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ശ്രദ്ധാപൂർവം ഭക്തിപൂർവം നമ്മളിവിടെ ഈ സർവൈശ്വര്യ പൂജയിൽ പങ്കാളികളാവുകയാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധാപൂർവം ശ്രവിച്ച് കൃത്യമായി ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. ഈ അർച്ചന ചെയ്യുമ്പോൾ കഴിയാവുന്നത്ര സമയം നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കണം. നട്ടെല്ല് നിവർത്തി ഇരിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തൊട്ടപ്പുറത്തോ ഇപ്പുറത്തോ നടക്കുന്ന കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാതെ നമ്മൾ ചെയ്യുന്ന ആ പൂജയിൽ, ആ അർച്ചനയിലാണ് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടാവുന്നത്. മറ്റുള്ളവരെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ല നമ്മുടെ ഫലത്തിന് ആധാരം, നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടുന്ന് പറയുന്ന നിർദ്ദേശങ്ങളെ അതുപോലെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ കാറ്റുണ്ടായിരിക്കാം, വിളക്ക് കെടാൻ സാധ്യതയുണ്ട്. അതിനെ കുറിച്ചൊന്നും വേവലാതിപ്പെടണ്ട. അത് ഭംഗിയായിട്ട് അതുപോലെ അത് കത്തിക്കുന്നുണ്ടാവും. അക്ഷരോ അല്ലെങ്കിൽ പുഷ്പങ്ങളോ തീരുന്ന മുറയ്ക്ക് അക്ഷരം നൽകുന്നുണ്ടാവും. പുഷ്പങ്ങളെ ഓരോ ഇതളായിട്ട് അർച്ചന ചെയ്യുക. 1008 നാമങ്ങൾക്ക് അർച്ചന ചെയ്യാനുള്ളതാണ്. നമ്മുടെ മുന്നിൽ ചിലപ്പോൾ കുറച്ച് തോന്നുള്ളതായിട്ട് നമുക്ക് തോന്നും.
പക്ഷെ കുറച്ച് തവണ അർച്ചന ചെയ്യുമ്പോഴത്തേനും അത് കഴിഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പൊ ഓരോ ഇതളും എടുത്തിട്ട് ഓരോന്നായി അർച്ചന ചെയ്യുക. പുഷ്പങ്ങൾ സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അക്ഷതത്തെ അതിനുപയോഗിക്കാവുന്നതാണ് അർച്ചനയ്ക്കായിട്ട്. അർച്ചന ചെയ്യുന്ന സമയത്ത് പരമാവധി മൃഗമുദ്രയിൽ കൈ വെച്ചുകൊണ്ട് പുഷ്പങ്ങളെ സ്വീകരിക്കുക. മൃഗമുദ്ര എന്ന് പറഞ്ഞാൽ എന്താ? കൈയിന്റെ നടുവിരല് രണ്ടും തള്ളവിരലും പെരുവിരലും ചേർത്ത് പിടിച്ചിട്ട് പുഷ്പത്തെ എടുക്കുക. ഇവിടെ വേദിയിലുള്ളവരാണെങ്കിൽ മനസ്സിലാവും മൃഗമുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ ഋഷി ഛന്ദസ്സും ദേവതയും പറയുമ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ടാവും. പെരുവിരലും ആ വലിയ വിരലും അതിന് തൊട്ട് വിരലും മോതിര വിരലും ചേർത്തിട്ടാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള കുങ്കുമവും പട്ടും ഇവിടെ തിരക്ക് കൂട്ടരുത് കേട്ടോ. അച്ചടക്കമാണ് ഒരു നല്ല ഭക്തന്റെ ലക്ഷണം. വൃത്തിയും അച്ചടക്കമാണ് എന്താണ് നല്ല ഭക്തിയുടെ ലക്ഷണം. എന്താണ്? വൃത്തിയും അച്ചടക്കമാണ്. അതുകൊണ്ട് ദക്ഷിണാ സമർപ്പണം ചെയ്യുന്ന സമയത്ത് എല്ലാ വരികളിലേക്കും 2-4 ആൾക്കാർ പോയിട്ട് കൊളുത്തി കൊടുത്തോളൂ കേട്ടോ. കിളിക്കുന്നുകാവ് ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തില് ഒരുപക്ഷെ കേരളത്തില് ആദ്യമായിട്ടാണ് ഇത്തരമൊരു യജ്ഞത്തിൽ പങ്കുകൊള്ളുക എന്നുള്ളത് ജന്മജന്മാന്തരങ്ങളിലെ സുഹൃതമാണ്. ഞാൻ പറയാറുണ്ട്, ഒരാള് തനിയെ ഒരു നാമം ജപിക്കുമ്പോൾ ഒരു പുണ്യം ലഭിക്കുമെങ്കിൽ 10 പേര് ചേർന്ന് ജപിക്കുമ്പോൾ 10 പുണ്യമല്ല ലഭിക്കുക, 100 പുണ്യമാണ്. ശതപുണ്യം ഭവിക്കുമെന്ന് പറയും. 100 പേര് ചേർന്നുകൊണ്ട് 100 നാമം ജപിക്കുന്നു എങ്കിൽ 10,000 പുണ്യമല്ല ലഭിക്കുമെന്നാണ് പറയുന്നത്. 1000 പേര് ചേർന്ന് 1000 നാമത്തെ ജപിക്കുമ്പോൾ ഈ ഏറ്റവും ലളിതമായ ഈ ചടങ്ങിലൂടെ സാക്ഷാത്കരിക്കാൻ പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലുതാണ്. നമ്മുടെ ബുദ്ധിക്ക് ഒതുങ്ങുന്നതല്ല പരാശക്തി. കാരണം ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ശാസ്ത്രം, ഭൗതിക ശാസ്ത്രം പറയുന്ന ഒരു പ്രതിഭാസമുണ്ട്. ബ്ലാക്ക് ഹോൾ എന്ന് പറയും. ബ്ലാക്ക് ഹോൾ എന്താണോ അതിനെക്കുറിച്ച് വിവരിക്കുന്നത്, ആ വിവരണം മുഴുവൻ ദേവിയെ കുറിച്ചാണ്. കാളി എന്ന് പറയുന്ന ആ കറുത്ത നിറമുള്ള കാലത്തിനും അതീതയായിട്ടുള്ള ശക്തി, അതിനെയാണ് നമ്മളിപ്പോ പൂജിക്കാൻ പോകുന്നത്. ചില ആളുകൾക്കൊക്കെ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അമൃതസദ്ഗുരുപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി, വെള്ളത്തിലെത്തിരകൾ തള്ളിവരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടു സരസ്വതീ നീ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അനന്യത്രാണൈക പ്രവണഹൃദയേ ദേവി ദിശമേ ധനം ധാന്യം സൗഖ്യം. പുണ്യമാക്കി നൽകുന്നതിന് എല്ലാ ലോപങ്ങളെയും ക്ഷമിച്ച് നമുക്ക് ഈ യജ്ഞത്തിന്റെ പൂർണ്ണ ഫലത്തെ നൽകുന്നതിനായി ഭഗവതി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിളക്കിന്റെ
കാൽക്കൽ സമർപ്പിക്കുക. ഇനി നമ്മളുടെ മാതാപിതാക്കളെ, ഗുരുജനങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ വിളക്കിന്റെ ഇടപൂർവം മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ആരൊക്കെ നമ്മൾക്ക് നല്ല അറിവുകളെ പകർന്നു തന്നിട്ടുണ്ടോ അവരെല്ലാം നമ്മുടെ ഗുരുക്കന്മാരാണ്. അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിളക്കിന്റെ ഇടതുഭാഗത്ത് ഒരു പുഷ്പത്തെ അർച്ചന ചെയ്യുക. ഒരു പുഷ്പത്തെ കൂടി ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുക. ദേവഗണങ്ങളുടെ നാഥനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ആ വിളക്കിന്റെ വലതുവശത്ത് ആ പുഷ്പത്തെ അർച്ചന ചെയ്യുക. നമ്മൾ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നു ഇനി കുറച്ച് പുഷ്പം കയ്യിലെടുത്ത് 2 കൈയിൽ കൂപ്പി പിടിച്ചിട്ട് ഇനി മുതലുള്ള എല്ലാ ചടങ്ങുകളും ശ്രദ്ധയോടെ ഭക്തിപൂർവം ചെയ്യണം കേട്ടോ. ഈ ദേവിയെ നമ്മുടെ ആ വിളക്കിലേക്ക് നമ്മൾ ആവാഹിക്കുകയാണ്. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ മുകളിലേക്ക് ആക്കിയിട്ട് വിടർത്തി പിടിക്കുക. ആ ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങൾക്ക് ഏത് രൂപമാണോ ദേവിയുടേത് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ ആ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ വിളക്കിലേക്ക് ആ ദേവീ ചൈതന്യത്തെ ആവാഹിക്കുന്നു എന്ന് സങ്കല്പിച്ച് അതിൻ്റെ കാൽക്കൽ സമർപ്പണം ചെയ്യുക. ആ വിളക്കിൻ്റെ കാൽക്കൽ സമർപ്പണം ചെയ്യുക. ശ്രദ്ധാപൂർവം ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ദേവി പ്രസന്നവദനയായിട്ട് ഇരിക്കുന്നുണ്ട്. ദേവിക്ക് നമ്മളൊക്കെ അമ്മയാണ്, നമുക്കൊക്കെ ദേവി അമ്മയാണ്, നമ്മളൊക്കെ മക്കളാണ്. അപ്പോൾ ആ കൊച്ചു മക്കൾ ചെയ്യുമ്പോൾ കാണുന്ന കൗതുകത്തോടെയാണ് ദേവി ഇതെല്ലാം കാണുന്നത്. ആ ദേവിയെ പൂജിക്കുക എന്ന് പറയണത് മനുഷ്യ സാധ്യമല്ല. എന്നിരുന്നാലും നമ്മളത് സങ്കല്പിച്ച് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അതിൽ സിന്ദൂരമുണ്ടായിരിക്കും. അപ്പൊ ഒന്ന് ദേവിക്ക് ഒരു പൊട്ട് ചാർത്തുന്ന പോലെ ആചരണമാണ്. ആ കാലിൽ നമസ്കരിച്ച് പൊട്ട് ചാർത്തിയിട്ട് ആ കാലിലൊന്ന് ഒന്ന് കൈകൊണ്ട് തൊട്ട് തൊഴും. ഒരു നുള്ളു സിന്ദൂരം കയ്യിലെടുത്ത് ആ വിളക്കിന്റെ കാൽക്കല് നിങ്ങൾ ദേവിക്ക് ഒരു പൊട്ട് ചാർത്തുന്ന പോലെ സങ്കല്പിച്ച് നമ്മൾ അതവിടെ ചെയ്യുക. ഒരു പുഷ്പമെടുത്ത് അവിടെ അർച്ചന ചെയ്യും. ഈ പ്രപഞ്ചത്തിന്റെ നാഥയായിട്ടുള്ള ശക്തിയായി വർത്തിക്കുന്ന ആ പരമേശ്വരി, ആ മഹാദേവി നമ്മുടെ എല്ലാ ഈ പൂജകളെയും സ്വീകരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രാർച്ചനയിലേക്ക് നടക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളായിട്ടുള്ളത് ഇതില് ഒരു മന്ത്രം, എല്ലാ നാമശക്തിയുടെ ഉള്ളതാണ്. ആ മന്ത്ര ദ്രഷ്ടാവുണ്ടായിരിക്കും. അതിന് ഋഷി എന്നാണ് പറയുക. ആ ഋഷിയെ സ്മരിച്ചുകൊണ്ടാണ്. ലളിതാ സഹസ്രനാമത്തിന്റെ വൈശിഷ്ട്യം എന്താണ്? മറ്റേത് സഹസ്രനാമങ്ങൾക്കും ഋഷിയായിരിക്കുക ഏതെങ്കിലും ഋഷീശ്വരന്മാര് തന്നെയായിരിക്കും. ലളിതാ സഹസ്ര എന്നാണ് പറയുക. മൃഗമുദ്രയില് മൂർധാവിലാണ് ഋഷീനെ സങ്കല്പിക്കുക. മൂർധാവിലാണ് മൃഗമുദ്ര എന്ന് പറയും. നമ്മുടെ പെരുവിരൽ ഒഴിച്ച് 4 വിരലില്ല, നടുക്കില് 2 വിരലെടുക്കുക. മോതിര വിരലും അതിനോട് ചേർന്ന വലിയ വിരലും ചേർത്ത് പിടിച്ച് പെരുവിരലും ചേർത്ത് പിടിച്ചിട്ട് വേണം മൃഗമുദ്രയില് മൂർധാവില് വശിന്യാദി വാഗ്ദേവതാ ഋഷയ. എല്ലാവരും മൂർധാവില് വിരൽ വയ്ക്കൂ. വശിന്യാദി വാഗ്ദേവതാ ഋഷയ. ഇനി ഇതിന്റെ വൃത്തമാണ്, അതായത് ഇത് ചൊല്ലുന്നതിന് ഒരു അക്ഷരവിന്യാസമുണ്ട്, അല്ലെങ്കിൽ ഇത് മന്ത്രമായി തീരുന്നത് ആ ശബ്ദവിന്യാസത്തിന്റെ ശക്തി കൊണ്ടാണ്. ആ വൃത്തം അനുഷ്ഠുപ് ഛന്ദ അതെവിടെ വയ്ക്കുക? ധ്യാനശ്ലോകം എല്ലാവരും ഒരുമിച്ച് ചൊല്ലിക്കോളൂ കേട്ടോ.
സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖി ആദീനവക്ഷോരുഹാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നജടസ്ഥരക്തജരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലികലസത് ഹേമപത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സഹഗമപയതാം ഭക്തനമ്രാം ഭവാനി ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനിതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്ഫൂരികാം സമന്തഹസ്തേഷണാം സശരദാപാശാങ്കുശാം അശേഷജലമോഹിനീം അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം അരുണാം കരുണാതരംഗിരാക്ഷീം ഹൃദവാസാങ്കുശപുഷ്പഭാനചാപാം അനിലാഭിവിരാജതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. ആ പുഷ്പത്തെ ആ വിളക്കിലേക്ക് അർച്ചന ചെയ്യും. ഓം ശ്രീമത്സിംഹാസനേശ്വര്യേ നമഃ. ഓം ചിദഗ്നികുണ്ഡ സംബോധായേ നമഃ. ഓം ചിദഗ്നികുണ്ഡസംഭൂതായേ നമഃ. ഓം ദേവകാര്യ സമുദ്യതായേ നമഃ. ഓം ദേവകാര്യസമുദ്യതായേ നമഃ. ഓം ഉദ്യദ്ഭാനു സഹസ്രാഭായേ നമഃ. ഓം ഉദ്യഭാനുസഹസ്രാഭായേ നമഃ. ഓം ചതുർബാഹു സമന്വിതായേ നമഃ. ഓം ചതുർബാഹുസമന്വിതായേ നമഃ. ഓം രാഗസ്വരൂപ പാശാഢ്യായേ നമഃ. ഓം രാഗസ്വരൂപപാശാഢ്യായേ നമഃ. ഓം ക്രോധാകാരാങ്കുശോജ്വലായേ നമഃ. ഓം ക്രോധാകാരാങ്കുശോജ്വലായേ നമഃ. ഓം മനോരൂപേഷു കോദണ്ഡായേ നമഃ. ഓം മനോരൂപേക്ഷുബോധന്യായേ നമഃ. ഓം പഞ്ചതന്മാത്ര സായകായേ നമഃ. ഓം പഞ്ചതന്മാത്രസായകായേ നമഃ. ഓം മുഖചന്ദ്ര കളങ്കാപമൃഗനാഭിവിശേഷകായേ നമഃ. ഓം മുഖചന്ദ്രകലങ്കാപമൃഗനാഭിവിശേഷകായേ നമഃ. ഓം വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലികായേ നമഃ. ഓം വദനസ്മരമാംഗല്യഗൃഹതോരണചില്ലികായേ നമഃ. ഓം വക്രലക്ഷ്മീ പരിവാഹ ചലന്മീനാഭലോചനായേ നമഃ. ഓം വക്രലക്ഷ്മീ പരിവാഹചലന്മീനാഭലോചനായേ നമഃ. ഓം നവചമ്പക പുഷ്പാപനാസാദണ്ഡ വിരാജിതായേ നമഃ. ഓം നവചമ്പകപുഷ്പാപനാസാദണ്ഡവിരാജിതായേ നമഃ. ഓം താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുരായേ നമഃ. ഓം താരാകാന്തിരസ്കാരിനാസാഭരണവാസുര. കർണപൂര മനോഹരായേ നമഃ. ഓം കദംബമഞ്ജരീകൃതകർണപൂരമനോഹരായേ നമഃ. ഓം താടങ്ക യുഗളീഭൂത തപനോടുപമണ്ഡലായേ നമഃ. ഓം താരംഗയുഗലീഭൂതരമണോടുപമണ്ഡലായേ നമഃ. ഓം പത്മരാഗ ശിലാദർശ പരിഭാവി കപോലുഭവേ നമഃ. ഓം പത്മരാഗശിരാദർശപരിഭാവികപോലഭുവേ നമഃ. ഓം നവവിദ്രുമ ബിംബശ്രീ ന്യക്കാരി രതനക്ഷതായേ നമഃ. ഓം നവവിദ്രുമബിംബശ്രീയക്കാരീരനക്ഷരായ ഗന്ധരായേ നമഃ. ഓം കനകാംഗത കേയൂര കമനീയ ഭുജാന്വിതായേ നമഃ. ഓം കനകാംബരകേയൂരകമനീയഭുജാന്വിതായേ നമഃ. ഓം രത്നഗൈവേയ ചിന്താകലോല മുക്താഫലാന്വിതായേ നമഃ. ഓം രത്നദൈവേയേ നമഃ. ഓം നാഭ്യാലവാല രോമാളി ലതാഫല കുജദ്വയ്യേ നമഃ. ഓം നാഭ്യാരപാലരോമാളീ ലതാഫലകുജദ്വയേ നമഃ.
ഓം ലക്ഷ്യരോമലതാധാരദാ സമുന്നേയ മധ്യമായേ നമ. ഓം ലക്ഷ്യരോമലതാധാരദാസമുന്നേയ മധ്യമായേ നമഃ. ഓം സ്തനഭാരദളന്മധ്യ പട്ടഭംഗവലിത്രയായേ നമ. ഓം സനഭാരവലിത്രയായേ നമഃ. ഓം അരുണാരുണ കൗംസുഭ വസ്ത്രഭാസ്വത്കടീതട്യേ നമ. ഓം അരുണാരുണകം സുംവസ്ത്രഭാസക്കരീതക്കേ നമഃ. ഓം രത്നകിങ്കിണികാരമ്യ രസന. ഓം മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിതായേ നമ. ഓം മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിതായേ നമഃ. ഓം ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭജംഘികായേ നമ. ഓം ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാഭജംഘികായേ നമഃ. ഓം ഗൂഢഗുൽഫായേ നമ. ഓം ഗൂഢഗുൽഫായേ നമഃ. ഓം കൂർമ്മപൃഷ്ഠജയിഷ്ണു പ്രപദാന്വിതായേ നമ. ഓം കൂർമ്മവൃക്ഷജയിഷ്ണുപ്രപദാന്വിതായേ നമഃ. ഓം സർവാഭരണഭൂഷിതായേ നമ. ഓം സർവാഭരണഭൂഷിതായേ നമഃ. ഓം ശിവകാമേശ്വരാംഗസ്ഥായേ നമ. ഓം ശിവകാമേശ്വരാംഗസ്ഥായേ നമഃ. ൈന്യേ നമ. ഓം കാമകാരിണ്യേ നമഃ. ഓം ദേവർഷിഗണ സംഘാത സ്തൂയമാനാത്മവൈഭവായേ നമ. ഓം ദേവർഷിഗണസംഘാതസ്ഥൂയമാനാത്മവൈഭവായേ നമഃ. ഓം ഭണ്ഡാസുരവധോദ്യുക്ത. ഓം ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിതായേ നമ. ഓം കേശചക്രധാരൂഢമന്ത്രിണീ പരിസേവിതായേ നമഃ. ഓം ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃതായേ നമ. ഓം ഗിരിചക്രധാരൂഢദണ്ഡനാഥാപുരസ്കൃതായേ നമഃ. ഓം ജ്വാലാമാലിനി കാക്ഷിപ്ത വഗ്നി പ്രാകാര മധ്യകായേ നമ. ഓം ദ്വാരാമാലികാശ്ചിത്തഭക്തിപ്രാകാരമധ്യകായ ശ്രീഗണേശ്വരായേ നമഃ. ഓം മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിതായേ നമ. ഓം മഹാഗണേശവിഘ്നയന്ത്രപ്രകർഷിതായേ നമഃ. നമ. ഓം കരാംബുജനോത്പന്നനാരായണകാലേ നമഃ. ഓം മഹാപാശുപതാസ്ത്രാഗ്നി നിർദ്ധത്താസുര സൈനികായേ നമ. ഓം മഹാപാശുപതാസ്ത്രാഗ്നിനിർദ്ധത്താസുരസൈനികായേ നമഃ. ഓം കാമേശ്വരാസ്ത്ര നിർദ്ധത്ത സഭണ്ഡാസുര ശൂന്യകായേ നമ. ഓം കാമേശ്വരാസ്ത്രനിർദ്ധത്താസുരശൂന്യകായേ നമഃ. ഓം ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്കൃത വൈഭവായേ നമ. ഓം ബ്രഹ്മോപേന്ദ്രമഹേന്ദ്രാദിദേവ സംസ്കൃതവൈഭവായേ നമഃ. ഓം ഭാഗധാരിണ്യേ നമ. ഓം ശക്തിപൂർണേന്ദ്രകാരണ്യേ നമഃ. ഓം കളയഭരായേ നമ. ഓം മൂലകൂടത്രയകലേവരായേ നമഃ. ഓം പുരാമൃതൈക രസികായേ നമ. ഓം പുരാണേകരായേ നമഃ. ഓം കുലസംഗേതേ നമ. ഓം കാരുണ്യേ നമഃ. ഓം കുലയോഗിന്യേ നമ. ഓം ത്രയോലോകിയേ നമഃ. ഓം അഗുണായേ നമ. ഓം സമയാധാര തൽപരായേ നമ. ഓം സമയാകാരതൽപരായേ നമഃ. ഓം മൂലാധാരൈക നിലയായേ നമ. ഓം മൂലാധാരേകനിലയായേ നമഃ. മണിപൂരാംഗരുദിതായേ നമ. ഓം മണിപൂരാന്തരിതായേ നമഃ. ഓം വിഷ്ണുഗ്രന്ഥി വിലേദിന്യേ നമ. ഓം വിഷ്ണുഗ്രന്ഥിവേദിന്യേ നമഃ. പ്രസിദ്ധേ നമഃ. ഓം കലികലാസമരുച്യേ നമ. ഓം കൈലാസമരുച്യേ നമഃ. ഓം ഷഡ്ചക്രോപരി സംസ്ഥിതായേ നമ. ഓം ഷഡ്ചക്രോപരി സംസ്ഥിതായേ നമഃ. ഓം ഭവാന്യേ നമ. ഓം ഭവാന്യേ നമഃ. ഓം ഭാവനാഗമ്യായേ നമ. ഓം ഭാവനാഗമ്യായേ നമഃ. ഓം ഭവാരണ്യ. മൂർത്തയേ നമഃ. ഓം ഭക്ത സൗഭാഗ്യദായിന്യേ നമ. ഓം ഭക്തസൗഭാഗ്യദായിന്യേ നമഃ. ഓം ഭക്തിപ്രിയായേ നമ. ഓം ഭക്തിപ്രിയായേ നമഃ. ഓം ഭക്തിഗമ്യായേ നമ. ശരത്ചന്ദ്ര നിഭാനായേ നമ. ഓം ശരത്ചന്ദ്രവിഭാവനായേ നമഃ. ഓം ശാതോദര്യേ നമ. ഓം
ശാന്തിമത്തേ നമഃ. ഓം ശാന്തിമത്യേ നമഃ. ഓം നിരാധാരായേ നമഃ. ഓം ദേവായേ നമഃ. ഓം നിർമ്മലായേ നമഃ. ഓം നിർമ്മലായേ നമഃ. ഓം നിത്യായേ നമഃ. ഓം നിത്യായേ നമഃ. ഓം നിരാകാരായേ നമഃ. ഓം നിരാകാരായേ നമഃ. ഓം ശാന്തായേ നമഃ. ഓം ശാന്തായേ നമഃ. ഓം നിഷ്കാമായേ നമഃ. ഓം നിഷ്കാമായേ നമഃ. ഓം നിരുപപ്ലവായേ നമഃ. ഓം നിരുപപ്ലവായേ നമഃ. ഓം നിത്യമുക്തായേ നമഃ. ഓം നിത്യമുക്തായേ നമഃ. ഓം നിർവികാരായേ നമഃ. ഓം നിർവികാരായേ നമഃ. ഓം നിഷ്പ്രപഞ്ചായേ നമഃ. ഓം നിഷ്പ്രപഞ്ചായേ നമഃ. ഓം നിരാശ്രയായേ നമഃ. ഓം നിരാശ്രയായേ നമഃ. ഓം നിത്യശുദ്ധായേ നമഃ. ഓം നിത്യശുദ്ധായേ നമഃ. സമാനാധികവർജിതായേ നമഃ. ഓം സമാനാധികവർജിതായേ നമഃ. ഓം സർവശക്തിമയേ നമഃ. ഓം സർവശക്തിമയേ നമഃ. ഓം സർവമംഗളായേ നമഃ. ഓം സർവമംഗളായേ നമഃ. ഓം സദ്ഗതിപ്രദായേ നമഃ. ഓം സകലപ്രദായേ നമഃ. ഓം സർവേശ്വര്യേ നമഃ. ഓം സർവേശ്വരേ നമഃ. ഓം സർവമയേ നമഃ. ഓം സർവമയേ നമഃ. ഓം സർവമന്ത്രസ്വരൂപിണ്യേ നമഃ. ഓം സർവമന്ത്രസ്വരൂപിണ്യേ നമഃ. ഓം സർവയന്ത്രാത്മികായേ നമഃ. ഓം സർവയന്ത്രാത്മികായേ നമഃ. ഓം സർവതന്ത്രരൂപായേ നമഃ. ഓം സർവതന്ത്രരൂപായേ നമഃ. ഓം മനോന്മന്നാത്മികായേ നമഃ. ഓം ജടാത്മികായേ നമഃ. ഓം ഗായത്രേ നമഃ. ഓം ഗായത്ര്യേ നമഃ. ഓം വ്യാഹൃത്യേ നമഃ. ഓം വ്യാഹൃത്यै നമഃ. ഓം സന്ധ്യായേ നമഃ. ഓം സന്ധ്യായേ നമഃ. ഓം പഞ്ചകോശാന്തരസ്ഥിതായേ നമഃ. ഓം പഞ്ചകോശാന്തരസ്ഥിതായേ നമഃ. ഓം നിസ്സീമമഹിമ്നേ നമഃ. ഓം നിസ്സീമമഹിമ്നേ നമഃ. ഓമനയേ നമഃ. ഓം മദശാലിന്യേ നമഃ. ഓം മദശാലിന്യേ നമഃ. ഓം മദകൂർണിതരക്താക്ഷ്യേ നമഃ. ഓം മദകൂർണിതരക്താക്ഷ. ഓം ചന്ദനദ്രവദിഗ്ധാംഗേ നമഃ. ഓം ചന്ദനദ്രവവിദ്യാംഗേ നമഃ. ഓം ചാമ്പേയ കുസുമപ്രിയായേ നമഃ. ഓം ചാമ്പേയ കുസുമപ്രിയായേ നമഃ. ഓം കുശലം കൗളമാർഗതൽപര സേവിതായേ നമഃ. ഓം കൗളമാർഗതൽപരസേവിതായേ നമഃ. ഓം കുമാരഗണനാഥാംബായേ നമഃ. ഓം കുമാരഗണനാഥാംബായേ നമഃ. ഓം നൃത്യേ നമഃ. ഓം ഹൃദയേ നമഃ. ഓം ശാന്തേ നമഃ. ഓം ശാന്ത്യേ നമഃ. ഓം സ്വസ്തിമത്യേ നമഃ. ഓം സ്വസ്തിമ. വിഘ്നനാശിന്യേ നമഃ. ഓം വിഘ്നനാശിന്യേ നമഃ. ഓം തേജോവത്യേ നമഃ. ഓം തേജോവത്യേ നമഃ. ഓം ത്രിനയനായേ നമഃ. ഓം പ്രിയനായേ നമഃ. ഓം ത്രേ നമഃ. ഓം മലയാചലവാസിന്യേ നമഃ. ഓം മലയാചലവാസിന്യേ നമഃ. ഓം സുമുഖേ നമഃ. നമഃ. ഓം ശോഭനായേ നമഃ. ഓം ശോഭനായേ നമഃ. ഓം സുരനായികായേ നമഃ. ഓം സുരനായികായേ നമഃ. ഓം കാളകണ്ഠേ നമഃ. ഓം ക്ഷോഭിന്യേ നമഃ. ഓം ശോഭിന്യേ നമഃ. ഓം ഭദ്രേശ്വര്യേ നമഃ. ഓം വജ്രേശ്വര്യേ നമഃ. ഓം ആരക്തവർണ്ണായേ നമഃ. ഓം ആരകർണായേ നമഃ. ഓം രുധിരസംസ്ഥിതായേ നമഃ. ഓം രുദ്രസംസ്ഥിതായേ നമഃ. ഓം കാലരാത്രി വ്യാപൃതായേ നമഃ. ഓം രക്തവർണ്ണായേ നമഃ. ഓം രക്തവർണായേ നമഃ. ഓം മാംസനിഷ്ഠായേ നമഃ. ഓം പുരാണപീഡമാനസായേ നമഃ. ഓം സമസ്തഭക്തസുഖദായേ നമഃ. ഓം സമസ്തഭക്തസുഖദായേ നമഃ. ഓം സ്വാധിഷ്ഠാനാംബുജഗദായേ നമഃ. ഓം സ്വാധിഷ്ഠാനാംബുജഗദായേ നമഃ. നമഃ. ഓം ശൂരാധ്യായുധസമ്പന്നായേ നമഃ. ഓം പീതവർണ്ണ
വർണ്ണായേ നമഃ. ഓം വീരവായേ നമഃ. ഓം മേധോനിഷ്ഠായേ നമഃ. ഓം മേധോനിഷ്ഠായേ നമഃ. ഓം മധുപ്രീതായേ നമഃ. ഓം മധുപ്രിയ നമഃ. ഓം ദഗ്ധന്യാസക്തഹൃദയായേ നമഃ. ഓം യജ്ഞാസക്തഹൃദയായേ നമഃ. ഓം കാകിനീരൂപധാരിണ്യേ നമഃ. ഓം കാമിനീരൂപധാരിണ്യേ നമഃ. ഓം മൂലാധാരാംബുജാരൂഢായേ നമഃ. ഓം മൂലാധാരാംബുജാരൂഢായേ നമഃ. ഓം പഞ്ചവക്രായേ നമഃ. ഓം പഞ്ചവക്രായേ നമഃ. ഓം അസ്ഥി സംസ്ഥിതായേ നമഃ. ഗൗരയാസക്തചിത്തായേ നമഃ. ഓം ഗൗരയാസക്തചിത്തായേ നമഃ. ഓം സാകിന്യാംബാ സ്വരൂപിണ്യേ നമഃ. ഇനി 9 നാമങ്ങളാണുള്ളത്. നിങ്ങളാൽ സാധ്യമാവുന്ന ശ്രദ്ധയോടെ ഉറക്കെ ഈ നാട്ടിലൊക്കെ അതിന്റെ ചൈതന്യം പരിരസിക്കും വിധത്തില് ശബ്ദമാണ് ശക്തി എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സർപ്പിച്ചുകൊണ്ട് ഭഗവതിയുടെ പാതാരവിന്ദങ്ങളെ കണ്ടുകൊണ്ട് സമർപ്പിക്കുക. 9 നാമങ്ങളാണ് ഉറക്കെ ചൊല്ലി. ഓം അവ്യാജ കരുണാമൂർത്തയേ നമഃ. ഓം അജ്ഞാനാത്മദീപികായേ നമഃ. ഓം ആപാലകോപവിദിതായേ നമഃ. ഓം സർവാനുല്ലംഘ്യ ശാസനായേ നമഃ. ഓം ശ്രീചക്രരാജവിലയായേ നമഃ. ഓം ശ്രീമത്രിപുരസുന്ദര്യേ നമഃ. ഓം ശ്രീ ശിവായേ നമഃ. ഓം ശിവശക്തി സ്വരൂപിണ്യേ നമഃ. ഓം ശിവശക്തിക്യരൂപിണ്യേ നമഃ. ഓം ലളിതാംബികായേ നമഃ. ഓം ലളിതാംബികായേ നമഃ. ഓം ലളിതാംബികായേ നമഃ. ഇതില് പങ്കെടുക്കാൻ കഴിയാതെ പോയ, ആഗ്രഹിച്ചിട്ടും ചില കാരണങ്ങളാൽ എത്താൻ കഴിയാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും ഈ ഒരു യജ്ഞം നടത്താൻ നമ്മൾക്ക് സൗകര്യമൊരുക്കി തന്ന ഇതിൽ ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും അവർക്കൊക്കെയും അവരുടെ നാളുകൾക്കൊക്കെ സർവ്വ യശസ്സും ലഭിക്കാൻ നന്ദിയോടെ ഒരിക്കൽ കൂടി ഇവിടെ പ്രാർത്ഥിക്കുക. നമ്മൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തെ ഇപ്പൊ ദേവിയോട് സമർപ്പിച്ചുകൊണ്ട് നിവർന്നിരുന്നിട്ട് പ്രാർത്ഥനാപൂർവം നിങ്ങൾ എന്ത് കാര്യത്തിനായിട്ടാണോ ഇവിടെ ആ പ്രാർത്ഥന ഈ പൂജ ചെയ്തത് അതിപ്പോ അവിടെ ആ പാതാരബന്ധങ്ങളിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുക. മനസ്സിൽ സങ്കല്പിച്ച് മുകളിലേക്ക് ഉയർത്തുക. ദേവിയെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആനന്ദത്തോടെ ആ സ്വധാമത്തിലേക്ക്, ആ മണിപൂരകത്തിലേക്ക് തിരിച്ചയക്കുന്നതായി സങ്കല്പിക്കുക. ഒരിക്കൽ കൂടി ആ വിളക്ക് തൊട്ട് നമസ്കരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു മന്ത്രം പൂർത്തി മൂർധാവിലെ പശുന്യാദി വാഗ്ദേവതാർഷയ മൂക്കിന് തൊട്ട് താഴെ ചുണ്ടിന് മുകളിലായിട്ട് അനുഷ്ഠുപ് ചന്ദ്ര മുഴുവൻ വിരലും ചേർത്ത് പിടിച്ച് ഹൃദയത്തോട് ചേർത്ത് മുട്ടിച്ച് പിടിച്ച് ശ്രീ ലളിതാ പരമേശ്വരി ദേവത
ഇനി ഇത് സമർപ്പണമാണ്. എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഈ പൂജ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു.